ഓം ശാന്തി 13/8/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗ്യമുണർത്താൻ. പാവനമാകുന്നതിലൂടെ മാത്രമേ ഭാഗ്യം ഉണരുകയുള്ളൂ. ചോദ്യം: ഏത് കുട്ടികളുടെ ഭാഗ്യമാണോ തെളിഞ്ഞിരിക്കുന്നത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർ സുഖത്തിന്റെ ദേവതയായിരിക്കും. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സുഖത്തിന്റെ സമ്പത്തെടുത്ത് എല്ലാവർക്കും സുഖം നൽകും. അവരാണ് വ്യാസന്റെ കുട്ടികൾ, സത്യം സത്യമായ സുഖദേവൻ. 2. അവർ 5 വികാരങ്ങളെ സന്യസിച്ച് സത്യം സത്യമായ രാജയോഗി, രാജ ഋഷി എന്ന് വിളിക്കപ്പെടുന്നു. 3. അവരുടെ അവസ്ഥ ഏകരസമായിരിക്കുന്നു. അവർക്കൊരു കാര്യത്തിലും കരച്ചിൽ വരില്ല. അവരെ തന്നെയാണ് മോഹജീത്ത് എന്ന് പറയുന്നത്. ഗീതം ഭാഗ്യമുണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഗീതത്തിന്റെ ഒരു വരി കേൾക്കുമ്പോഴേക്കും മധുരമധുരമായ കുട്ടികൾക്ക് രോമാഞ്ചം ഉണ്ടാവണം. ഇതാണെങ്കിൽ സാധാരണയായ ഗീതമാണ്. എന്നാൽ ഇതിന്റെ സാരം മറ്റാർക്കും അറിയുകയില്ല. ബാബ തന്നെയാണ് വന്ന് ഓരോ ഗീതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും അർത്ഥം മനസ്സിലാക്കി തരുന്നത്. മധുരമധുരമായ കുട്ടികൾക്ക് ഇതുമറിയാം. കലിയുഗത്തിൽ എല്ലാവരുടെയും ഭാഗ്യം ഉറങ്ങിക്കിടക്കുകയാണ്. സത്യുഗത്തിൽ ഭാഗ്യം ഉണർന്നു തന്നെ ഇരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തെ ഉണർത്തുന്നതും നിർദ്ദേശം നൽകുന്നതും അഥവാ ഭാഗ്യമുണ്ടാക്കി നൽകുന്നതും ഒരേ ഒരു ബാബയാണ്. ബാബ തന്നെയാണിരുന്ന് കുട്ടികളുടെ ഭാഗ്യം ഉണർത്തുന്നത്. കുട്ടികൾ ജന്മമെടുക്കുമ്പോൾ ഭാഗ്യമുണരുന്നത് പോലെ. കുട്ടി ജനിച്ചു, ഞാൻ അവകാശിയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകും. അതുപോലെ ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. കുട്ടികൾക്കറിയാം, കൽപ്പകൽപ്പം നമ്മുടെ ഭാഗ്യം തെളിയുകയും അണയുകയും ചെയ്യുന്നു. പാവനമാകുമ്പോൾ ഭാഗ്യം തെളിയുന്നു. പാവന ഗൃഹസ്ഥാശ്രമമെന്ന് പറയപ്പെടുന്നു. ആശ്രമം എന്ന വാക്ക് തന്നെ പവിത്രമാണ്. പവിത്ര ഗൃഹസ്ഥാശ്രമം. പിന്നെ അതിന് വിപരീതമായി അപവിത്ര പതീത ധർമ്മം ആശ്രമമെന്ന് പറയില്ല. ഗൃഹസ്ഥധർമ്മമാണെങ്കിൽ എല്ലാവർക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്. കുട്ടികളെല്ലാം ജനിക്കുന്നു. മൃഗങ്ങൾ പോലും ഗൃഹസ്ഥധർമ്മത്തിലാണെന്ന് പറയാറുമുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മൾ സ്വർഗത്തിൽ പവിത്ര ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നു. ദേവി ദേവത ആയിരുന്നു. അവരുടെ മഹിമയും പാടുന്നു. സർവഗുണസമ്പന്നൻ, 16 കലാസമ്പൂർണൻ, സമ്പൂർണ്ണ നിർവികാരി, മര്യാദ പുരുഷോത്തം, അഹിംസ പരമോധർമ്മി. നിങ്ങൾ സ്വയവും പാടിയിരുന്നു. ഇപ്പോൾ മനസ്സിലായി, നമ്മൾ മനുഷ്യനിൽ നിന്നും വീണ്ടും ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവി ദേവതകളുടെ ധർമ്മമാണ്. പിന്നീട് ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും ദേവതയെന്ന് പറയുന്നു. ബ്രഹ്മ ദേവതായ നമഃ, വിഷ്ണു ദേവതായ നമഃ. ശിവനെക്കുറിച്ച് പറയും പരമാത്മായ നമഃ. അതിനാൽ വ്യത്യാസമുണ്ടല്ലോ. ശിവനും ശങ്കരനും ഒന്നാണെന്ന് പറയാൻ സാധിക്കില്ല. കല്ല് ബുദ്ധിയായിരുന്നു, ഇപ്പോൾ പവിഴ ബുദ്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവതകളെ കല്ല് ബുദ്ധി എന്ന് പറയുകയില്ല. പിന്നീട് ഡ്രാമ പ്ലാൻ അനുസരിച്ച് രാവണ രാജ്യമാകുമ്പോൾ അവർക്കും പടിയിറങ്ങണം. പവിഴ ബുദ്ധിയിൽ നിന്ന് കല്ല് ബുദ്ധിയായി മാറണം. ഏറ്റവും ബുദ്ധിവാനാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബ തന്നെയാണ്. നിങ്ങളെ പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നു. നിങ്ങളിവിടെ പവിഴ ബുദ്ധിയായി മാറുന്നതിനായി വന്നിരിക്കുകയാണ്. പവിഴനാഥന്റെയും ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവങ്ങളും നടക്കുന്നു. പക്ഷേ പവിഴനാഥൻ ആരാണ് എന്ന് ആർക്കും അറിയില്ല. വാസ്തവത്തിൽ പവിഴമാക്കി മാറ്റുന്നത് ബാബ തന്നെയാണ്. ബാബ ബുദ്ധിവാന്മാരുടെയും ബുദ്ധിവാനാണ്. ഇതാണ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോണിക്. ബുദ്ധിക്ക് എത്ര മാറ്റം വരുന്നു പറയാറുണ്ടല്ലോ. മോശമായത് കാണരുത്,
മോശമായത് കേൾക്കരുത്, മോശമായത് പറയരുത്. ഇപ്പോൾ കുരങ്ങന്മാരൊന്നുമല്ല കാര്യം. മനുഷ്യൻ തന്നെയാണ് കുരങ്ങനെ പോലെ ആയിരിക്കുന്നത്. ഏപ്സിനെ, അതായത് ചിമ്പാൻസിയെ മനുഷ്യരുമായി താരതമ്യം ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത് മുള്ളുകളുടെ കാട്. പരസ്പരം എത്രയാണ് ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ടോണിക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ ടോണിക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് പഠിപ്പാണ്. ഇതിന് ജ്ഞാനാമൃതമെന്നും പറയുന്നു. വെള്ളമൊന്നുമല്ല. ഇക്കാലത്ത് എല്ലാ വസ്തുക്കളെയും അമൃതെന്ന് പറയുന്നു. ഗംഗാജലത്തെയും അമൃതെന്ന് പറയുന്നു. ദേവതകളുടെ കാല് കഴുകി കുടിക്കുന്നു. വെള്ളം സൂക്ഷിച്ചു വയ്ക്കുന്നു. അതിനെ കൈക്കുമ്പിളിൽ അമൃതാണെന്ന് കരുതുന്നു. ഇങ്ങനെ കൈക്കുമ്പിളിൽ എടുക്കുന്ന ജലം ഇത് പതീതരെ പാവനമാക്കി മാറ്റുന്നതാണ് എന്ന് പറയാനാകില്ല. ഗംഗാജലത്തെ പതീത പാവനിയെന്നാണ് പറയാറുള്ളത്. മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഗംഗാജലം വായിലുണ്ടാകണം എന്ന് പറയാറുണ്ട്. കാണിച്ചിരിക്കുന്നു, അർജുനൻ ബാണം അയച്ച് ഗംഗാജലം കുടിപ്പിച്ചു. നിങ്ങൾ കുട്ടികൾ ബാണം മുതലായവയൊന്നും അയക്കുന്നില്ല. ഒരു ഗ്രാമമുണ്ട്. അവിടെ ബാണങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു. അവിടുത്തെ രാജാവിനെ ഈശ്വരന്റെ അവതാരമെന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ്. സത്യം സത്യമായ സദ്ഗുരു ഒന്നു മാത്രമാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ആരാണോ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ബ്രഹ്മത്തിൽ ലീനമാകുന്നതിന്റെ കാര്യമൊന്നുമില്ല. ഈ നാടകം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ചക്രം അനാദിയായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എങ്ങനെയാണ് ആവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. മനുഷ്യർ അർത്ഥമാത്മാക്കൾ തങ്ങളുടെ അച്ഛനായ രചയിതാവിനെ അറിയുന്നില്ല. ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലയോ ഗോഡ് ഫാദർ എന്ന്. പരിധിയുള്ള അച്ഛനെ ഒരിക്കലും ഗോഡ് ഫാദർ എന്ന് പറയുകയില്ല. ഗോഡ് ഫാദർ എന്ന വാക്ക് വളരെ വിനയത്തോടെ പറയുന്നു. ഭഗവാനെ തന്നെയാണ് പതിത പാവനൻ, ദുഃഖം ഹരിച്ച് സുഖം തരുന്നവൻ എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് പറയുന്നു, ഈശ്വരൻ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. പിന്നെ എന്തെങ്കിലും ദുഃഖമുണ്ടാവുകയോ കുട്ടിയോ മറ്റോ മരിക്കുകയാണെങ്കിൽ ഈശ്വരൻ തന്നെയാണ് സുഖവും ദുഃഖവും തരുന്നത് എന്ന് പറയുന്നു. ഈശ്വരൻ ഞങ്ങളുടെ കുട്ടിയെ തിരിച്ചെടുത്തു. ഇതെന്താണ് ചെയ്തത്? ഈശ്വരനെ പിന്നെ നിന്ദിക്കുന്നു. പറയുകയും ചെയ്യുന്നു, ഈശ്വരൻ കുട്ടിയെ നൽകി. പിന്നീട് അഥവാ ഈശ്വരൻ തിരിച്ചെടുത്തുവെങ്കിൽ നിങ്ങൾ എന്തിന് കരയണം? ഈശ്വരന്റെ അടുത്ത് പോയതല്ലേ. സത്യയുഗത്തിൽ ആരും ഒരിക്കലും കരയുകയില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, കരയുന്നതിൽ ഒരു കാര്യവുമില്ല. ആത്മാവിന് തന്റെ കർമ്മക്കണക്കനുസരിച്ച് പോയി പാട്ടഭിനയിക്കണം. ജ്ഞാനമില്ലാത്തത് കാരണം മനുഷ്യർ എത്രയാണ് കരയുന്നത്? ഭ്രാന്തന്മാരെ പോലെ. ഇവിടെയാണെങ്കിൽ ബാബ മനസ്സിലാക്കി തരുന്നു, അമ്മ മരിച്ചാലും ഹൽവ കഴിക്കണം, അച്ഛൻ മരിച്ചാലും ഹൽവ കഴിക്കണം. നഷ്ടമോഹയായി മാറണം. നമ്മുടേത് പരിധിയില്ലാത്ത ഒരേ ഒരു ബാബയാണ്. രണ്ടാമതൊരാളില്ല. കുട്ടികൾക്ക് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവണം. മോഹജീത് രാജാവിന്റെ കഥയും കേട്ടിട്ടുണ്ടല്ലോ. സത്യയുഗത്തിൽ ഒരിക്കലും ദുഃഖത്തിന്റെ കാര്യം തന്നെയില്ല. അകാല മൃത്യുവും ഒരിക്കലും ഉണ്ടാവുന്നില്ല. കുട്ടികൾക്കറിയാം, നമ്മൾ കാലനുമേൽ വിജയം നേടിയിരിക്കുകയാണ്. ബാബയെ മഹാകാലനെന്നും പറയുന്നു. കാലന്റെയും കാലൻ. നിങ്ങൾ കാലനുമേൽ വിജയം നേടണം. അർത്ഥം കാലൻ ഒരിക്കലും വിഴുങ്ങുകയില്ല. കാലന് ആത്മാവിനെയും ശരീരത്തെയും വിഴുങ്ങാൻ സാധിക്കില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. അതിനെയാണ് കാലൻ വിഴുങ്ങിയെന്ന് പറയുന്നത്.
അല്ലാതെ കാലനൊരു വസ്തുവൊന്നുമല്ല. മനുഷ്യർ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു, ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അച്യുതം കേശവം. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ 5 വികാരങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ വളരെയധികം മോശമാക്കി മാറ്റിയിരിക്കുന്നു. ഈ സമയം ആരും തന്നെ ബാബയെ അറിയുന്നില്ല. അതിനാൽ ഇതിനെ അനാഥരുടെ ലോകമെന്ന് പറയുന്നു. എത്രയാണ് പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഴുവൻ ലോകവും ബാബയുടെ വീടാണല്ലോ. ബാബ മുഴുവൻ ലോകത്തിലെയും കുട്ടികളെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. പകുതിക്കൽപ്പം തീർത്തും പാവന ലോകമായിരുന്നല്ലോ. പാടിയിട്ടുമുണ്ട്, രാമൻ രാജാവ്, രാമൻ പ്രജ. അവിടെ പിന്നെ അധർമ്മത്തിന്റെ കാര്യമേ ഉണ്ടാവില്ലല്ലോ. പറയുന്നുമുണ്ട്, അവിടെ സിംഹവും ആടും ഒരുമിച്ച് വെള്ളം കുടിക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ രാവണനും മറ്റും എവിടെ നിന്ന് വന്നു? മനസ്സിലാക്കുന്നില്ല. പുറത്തുള്ളവർ ഇങ്ങനെയുള്ള കാര്യം കേട്ട് ചിരിക്കുകയാണ്. ബാബ വന്ന് ജ്ഞാനം നൽകുന്നു, ഇത് പതീത ലോകമാണല്ലോ. ഇപ്പോൾ പ്രേരണയിലൂടെ പതീതരെ പാവനമാക്കി മാറ്റുമോ? വിളിക്കുകയാണ്, പതീത പാവന വരൂ. അപ്പോൾ തീർച്ചയായും ഭാരതത്തിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോഴും പറയുന്നു, ജ്ഞാനത്തിന്റെ സാഗരനായ ഞാൻ നിങ്ങളെ എനിക്ക് സമാനം മാസ്റ്റർ ജ്ഞാന സാഗരനാക്കി മാറ്റാനായി വന്നിരിക്കുകയാണ്. ബാബയെ തന്നെയാണ് സത്യം സത്യമായ വ്യാസൻ എന്ന് പറയുന്നത്. അതിനാൽ ബാബ വ്യാസദേവനും ബാബയുടെ കുട്ടികളായ നിങ്ങൾ സുഖദേവനുമാണ്. നിങ്ങളിപ്പോൾ സുഖത്തിന്റെ ദേവതയായി മാറുകയാണ്. സുഖത്തിന്റെ സമ്പത്ത് വ്യാസനിൽ നിന്ന് ശിവാചാര്യനിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാസന്റെ കുട്ടികളാണ് നിങ്ങൾ. പക്ഷേ മനുഷ്യർ ആശയക്കുഴപ്പത്തിലാകരുത്. അതിനാൽ പറയുകയാണ്, ശിവന്റെ കുട്ടികൾ. ബാബയുടെ യഥാർത്ഥ പേരാണ് ശിവൻ. ആത്മാവിനെയും അറിയണം, പരമാത്മാവിനെയും അറിയണം. ബാബ തന്നെയാണ് വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നതിന്റെ വഴി പറഞ്ഞു തരുന്നത്. പറയുന്നു, ഞാൻ നിങ്ങൾ ആത്മാക്കളുടെ അച്ഛനാണ്. പെരുവിരൽ പോലെയാണ്. ഇത്രയും വലുതിനൊന്നും ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. അതാണെങ്കിൽ വളരെ സൂക്ഷ്മമാണ്. ഡോക്ടർമാരും ആത്മാവിനെ കാണുന്നതിന് വേണ്ടി തല പുണ്ണാക്കുന്നു. പക്ഷെ കാണാൻ സാധിക്കുകയില്ല. ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ആത്മാവിനെ തിരിച്ചറിഞ്ഞുവോ? ഇത്രയും ചെറിയ ആത്മാവിൽ അവിനാശിയായ പാർട്ടടങ്ങിയിരിക്കുന്നു. ഒരു റെക്കോർഡ് പോലെ. ആദ്യം നിങ്ങൾ ദേഹാഭിമാനികളായിരുന്നു. ഇപ്പോൾ ദേഹി അഭിമാനിയായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആത്മാവ് 84 ജന്മങ്ങൾ എങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവസാനമുണ്ടാവില്ല. ചിലർ ചോദിക്കുകയാണ്, ഈ ഡ്രാമ എപ്പോൾ ആരംഭിച്ചു? പക്ഷെ ഇതാണെങ്കിൽ അനാദിയാണ്. ഇതൊരിക്കലും നശിക്കുന്നില്ല. ഇതിനെയാണ് പറയുന്നത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ അവിനാശി വേൾഡ് ഡ്രാമ. ലോകത്തെയും നിങ്ങൾക്കറിയാം. എങ്ങനെയാണോ പഠിപ്പില്ലാത്ത കുട്ടികൾക്ക് പഠിപ്പ് നൽകുന്നത്, അതുപോലെ ബാബ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പഠിക്കുന്നത്. ഇതാണ് കല്ല് ബുദ്ധികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം. ബുദ്ധിക്ക് വിവേകം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ബാബ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സഹജമാണ്. ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കരൻ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ബ്രഹ്മാവിനെ ത്രിമൂർത്തി എന്ന് പറയുന്നത്? ദേവദേവ മഹാദേവൻ ഒന്നിനു മേൽ മറ്റൊന്ന് വെച്ചിരിക്കുന്നു. അർത്ഥം ഒന്നും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ബ്രഹ്മാവിനെങ്ങനെ ആയിത്തീരാൻ സാധിക്കും? പ്രജാപിത ബ്രഹ്മാവെന്നാണ് പറയുന്നത്. അതിനാൽ സൂക്ഷ്മവതനത്തിൽ എങ്ങനെ ദേവതയാകാൻ സാധിക്കും? പ്രജാപിത ബ്രഹ്മാവാണെങ്കിൽ ഇവിടെയായിരിക്കണം.
ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ബാബ പറയുകയാണ്, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇദ്ദേഹത്തെ എന്റെ രഥമാക്കി മാറ്റുകയാണ്. ഇദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളുടെ അവസാനത്തിൽ ഞാൻ വരുന്നു. ഇദ്ദേഹവും 5 വികാരങ്ങളുടെ സന്യാസം ചെയ്യുന്നു. സന്യാസം ചെയ്യുന്നവരെ യോഗി, ഋഷി എന്ന് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ രാജ ഋഷിയാണ്. നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, ആ സന്യാസിമാരാണെങ്കിൽ വീടെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വികാരത്തിൽ ഒരിക്കലും പോകില്ല എന്ന് പറയുന്നു. മുഖ്യ കാര്യം വികാരത്തിൻ്റേത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ രചയിതാവാണ്. ശിവബാബ പുതിയ രചന രചിക്കുന്നു. ശിവബാബ തന്നെയാണ് ബീജരൂപൻ, സച്ചിദാനന്ദ സാഗരൻ, ജ്ഞാനസാഗരൻ. സ്ഥാപന, പാലന, വിനാശം ചെയ്യുന്നതെങ്ങനെയെന്ന് ബാബയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഈ കാര്യങ്ങളൊന്നും മനുഷ്യർക്കറിയില്ല. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അറിയാം. അതിനാൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഓരോ ആത്മാവിൻ്റെയും കർമ്മക്കണക്ക് അവരവരുടേതാണ്. അതിനാൽ ആരെങ്കിലും ശരീരം വിടുകയാണെങ്കിൽ കരയരുത്. പൂർണ്ണമായും നഷ്ടമോഹയായി മാറണം. ബുദ്ധിയിലുണ്ടാവണം, നമ്മുടേത് ഒരേ ഒരു പരിധിയില്ലാത്ത ബാബയാണ്, രണ്ടാമതൊരാളില്ല. 2. ബുദ്ധിയെ മോശമാക്കുന്ന 5 വികാരങ്ങളെ ത്യജിക്കണം. സുഖത്തിന്റെ ദേവതയായി മാറി എല്ലാവർക്കും സുഖം നൽകണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. വരദാനം: സദാ മര്യാദകളുടെ അതിർവരമ്പുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിൽ ശ്രദ്ധാലുക്കളായ മര്യാദാ പുരുഷോത്തമരായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ അവനവനെ ബാബയുടെ അഥവാ രാമന്റെ സത്യമായ സീതയെന്ന് മനസ്സിലാക്കി സദാ മര്യാദകളുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിൽക്കുന്നത്, അതായത് ശ്രദ്ധയോടെ ഇരിക്കുന്നത്, അവർ സ്വതവേ കെയർഫുള്ളും, അതായത് ശ്രദ്ധാലുക്കളും, ചിയർഫുള്ളും, അതായത് സന്തോഷവാനും ആയിരിക്കും. അതിനാൽ രാവിലെ മുതൽ രാത്രി വരേക്ക് നമുക്ക് ഏതെല്ലാം മര്യാദകളാണോ ലഭിച്ചിട്ടുള്ളത് അവയെക്കുറിച്ചുള്ള സ്പഷ്ടമായ അറിവ് ബുദ്ധിയിൽ വെച്ചുകൊണ്ട് അവനവനെ സത്യമായ സീതയെന്ന് മനസ്സിലാക്കി മര്യാദകളുടെ അതിരുകൾക്കുള്ളിൽ ഇരിക്കുന്നവരെയാണ് മര്യാദ പുരുഷോത്തമർ എന്നു പറയുന്നത്. സ്ലോഗൻ: സേവനത്തിലേക്ക് അമിതമായി പോകാതെ സേവനങ്ങളിലും സ്വപുരുഷാർത്ഥത്തിലും ബാലൻസ് കൊണ്ടുവരൂ. മാതേശ്വരി ജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. ടൈറ്റിലാണ് അഖണ്ഡ ജ്യോതി തത്വവും ശാന്തിയുടെ വിശ്രമസ്ഥാനവും സാകാരി ലോകമാകുന്ന കളിസ്ഥലവും. ആത്മാക്കളുടെ നിവാസസ്ഥാനം അഖണ്ഡ ജ്യോതി മഹത്തത്വമാണ്. അവിടെ ഈ ശരീരത്തിന്റെ പാർട്ടിൽ നിന്നും മുക്തമാണ്. അർത്ഥം, ദുഃഖത്തിൽ നിന്നും സുഖത്തിൽ നിന്നും വേറിട്ട അവസ്ഥയിലാണ്. ആ ലോകത്തെ ശാന്തിയുടെ വിശ്രമസ്ഥാനമെന്നും പറയുന്നു. അതുപോലെ ആത്മാക്കൾ അവരുടെ ശരീരസഹിതം പാർട്ട് അഭിനയിക്കുന്ന കളിസ്ഥലമാണ് ഈ സാകാരി ലോകം. അപ്പോൾ മുഖ്യമായും 2 ലോകങ്ങളാണ്. ഒന്ന് നിരാകാരി ലോകം, രണ്ടാമത് സാകാരി ലോകം. ലോകർ കേവലം പേര് മാത്രം പറയുന്നു. പരമാത്മാവ് രചനയും പാലനയും സംഹാരവും നടത്തുന്നു. കഴിപ്പിക്കുന്നതും വധിക്കുന്നതും കത്തിക്കുന്നതും പരമാത്മാവാണ് എന്ന്. സുഖവും ദുഃഖവും നൽകുന്നതും പരമാത്മാവാണ്. എപ്പോൾ ആർക്കെങ്കിലും ദുഃഖം വരുന്നു, അപ്പോൾ പറയുന്നു, അല്ലയോ പ്രഭു, അങ്ങയിലൂടെ മാധുര്യമുണ്ടാകട്ടെ. ഈ പറയുന്നത്
ആ യഥാർത്ഥ ജ്ഞാനമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പരമാത്മാവിന്റെ കർത്തവ്യമല്ല. പരമാത്മാവ് സുഖഹർത്താവോ ദുഃഖകർത്താവോ അല്ല. ജന്മമെടുക്കുക, ജന്മം ഉപേക്ഷിക്കുക, സുഖദുഃഖങ്ങൾ അനുഭവിക്കുക എന്നിവയെല്ലാം ഓരോ മനുഷ്യാത്മാവിന്റെയും സംസ്കാരമനുസരിച്ചാണ്. ശരീരത്തിന് ജന്മം നൽകുന്ന മാതാപിതാക്കളും അവരുടെ കർമ്മബന്ധനവും അനുസരിച്ചാണ് അച്ഛനും മക്കളും ആകുന്നത്. ഈ രീതിയിൽ ആത്മാക്കളുടെ പിതാവ് പരംപിത പരമാത്മാവാണ്. പരമാത്മാവ് എങ്ങനെയാണ് പരിധിയില്ലാത്ത രചനയുടെ സ്ഥാപനയും പാലനയും ചെയ്യുന്നത്? എങ്ങനെയാണ് തന്റെ 3 രൂപങ്ങളുടെ ബ്രഹ്മ വിഷ്ണു ശങ്കരന്റെ രചയിതാവായത്? പിന്നീട് ഈ ആകാരി രൂപങ്ങളിലൂടെ ദൈവിക സൃഷ്ടിയുടെ സ്ഥാപനയും ആസുരീയ ലോകത്തിന്റെ വിനാശവും പിന്നീട് ദൈവിക ലോകത്തിന്റെ പാലനയും ചെയ്യിക്കുന്നു. പരമാത്മാവിന്റെ ഈ 3 കർത്തവ്യങ്ങളും പരിധിയില്ലാത്തതാണ്. ബാക്കി ഈ സുഖം, ദുഃഖം, ജനനം, മരണം എന്നിവ കർമ്മത്തിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. പരമാത്മാവ് സുഖദാതാവ് മാത്രമാണ്. ബാബ ഒരിക്കലും തന്റെ കുട്ടികൾക്ക് ദുഃഖം നൽകുന്നില്ല. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജം പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ ശുദ്ധത, അതായത് പവിത്രതയുള്ളവരായി മാറൂ. സമ്പൂർണ്ണ പവിത്രത അർത്ഥം മനസ്സിൽ പോലും ഒരു വികാരവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ജ്ഞാനം, ഗുണങ്ങൾ, സർവശക്തികളുടെയും പ്രാപ്തികൾ എന്നിവയാൽ സമ്പന്നമായി സർവപ്രാപ്തികളുടെയും കിരീടം സ്പഷ്ടമായി കാണപ്പെടണം. സ്വയത്തെ സദാ ലൈറ്റായി ആത്മസ്വരൂപത്തിൽ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. കർമ്മം ചെയ്യുമ്പോഴും അവനവനെ ലൈറ്റ് അഥവാ ഭാരരഹിതമായി അനുഭവം ചെയ്യൂ. ഓം ശാന്തി.